കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്താ മൊബൈൽ വലിച്ചിരിക്കണേ? കേരളത്തിന് നമ്മളറിയില്ലല്ലോ. ന്യൂസ് ഒന്നും കാണില്ല. സ്വർണത്തിന് തീ പിടിച്ച വിലയാണ്. എന്താണ് അതില് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? ഇപ്പൊ എനിക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, ആയിട്ട് ആശിക്കാൻ മതി. അല്ല, തന്റെ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞില്ല, അപ്പൊ നിങ്ങളെ കാര്യങ്ങൾ സേഫ് ആക്കിയില്ലേ? എന്റെ കാര്യങ്ങൾ സേഫ് ആയിക്കണം. അപ്പൊ എന്റെ മരുന്നവർക്കാണ് പ്രശ്നം. അപ്പൊ എനിക്ക് അത്യാവശ്യം കുറച്ച് വിറ്റ് കാശാക്കാം, കുറച്ച് വേണമെങ്കിൽ മാറ്റി വെക്കുകയും ചെയ്യാം. പക്ഷെ നിങ്ങളെ പോലെ വിൽക്കാനുള്ള ഉണ്ടാവില്ല, കിട്ടുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇതിനെ തിരിഞ്ഞ് പറയാൻ എന്തെങ്കിലും ഒരു പാരൂട്ടിൽ കേൾക്കൊന്നുമില്ലല്ലോ. ആരോട്ടർ കേട്ടാൽ നിങ്ങൾക്ക് മേടിച്ച സ്വർണ്ണങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ, വ്യക്തികൾ, ഒരുപാട് സ്വർണത്തിന്റെ വിഷയം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് ഇത് പറയാനുള്ളത്? അതിനെ കുറിച്ച് ഇപ്പൊ എന്താ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഇന്നലെ നാളെ നമ്മൾക്കൊരു മോളാണുള്ളത്. മോൾ വളർന്നു വന്നാല് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആണ്. അപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞങ്ങളും കല്യാണം കഴിച്ച ആ സമയത്തുള്ളതല്ലോ. അന്ന് നമുക്കൊരു പാവം വാങ്ങുന്ന പൈസക്ക്, സോറി, ഇന്നൊരു പാവം വാങ്ങുന്ന പൈസക്ക് അന്ന് 4 പവൻ 5 പവനൊക്കെ കിട്ടിയായിരുന്നു. അതല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇത് മേപ്പെട്ടല്ലേ പോണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ മോളെ കെട്ടി കണ്ട പ്രായമാകുമ്പോ എന്താണ് നമുക്ക് അപ്പൊ ആലോചിക്കേണ്ടി വരും.